ഒത്തിരി പേർ 2024 ഏപ്രിൽ മാസം 18-ാം തീയതി എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ദൈവം എന്നോട് പറഞ്ഞു, 2024 ഏപ്രിൽ മാസം 18-ാം തീയതി സംഭവിച്ച എന്തോ ഒരു കാര്യം പറഞ്ഞ് അടുത്ത 50 വർഷം അതിന്റെ സുഖത്തിൽ ഇരിക്കരുത്. എനിക്ക് ഈ വർഷം അടുത്തത് ചെയ്യണം. ആമേൻ. അടുത്ത വർഷം അടുത്തത് ചെയ്യണം. ആരോടോ ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുന്നു, പണ്ടുള്ളവയെ നീ ഓർക്കണ്ട, മുൻപുള്ളവയെ നീ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. ആമേൻ. ആരെങ്കിലും ഒക്കെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അല്പസമയം ആ കരങ്ങളിലേക്ക് ഒന്ന് അടിച്ച്, അന്യഭാഷയിലേക്ക് ഒന്ന് ആരാധിച്ച്, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യും. ആമേൻ. ഇന്നലകളിലെ ഉണർവിന്റെ ഓർമ്മയിൽ നീ നിൽക്കണ്ട. ഹല്ലേലൂയ. എന്റെ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യാൻ പോകുന്നു. ആമേൻ. ചേർന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു പുതിയ സീസണും കൂടെ ദൈവം തുടങ്ങാൻ പോവാ. പറഞ്ഞേ, പുതിയ സീസൺ തുടങ്ങും. പറഞ്ഞു. അയ്യോ സ്തോത്രം. പറ, വായ തുറന്ന് പറ, ഉറക്ക പറ, എക്സൈറ്റ്മെന്റോടെ പറ. ആമേൻ. അല്പം ആവേശം നിന്റെ മുഖത്ത് നിന്നാകട്ടെ. ആമേൻ. എനിക്കറിയാം ഇപ്പോഴുണ്ടാകുന്ന ഈ മടുപ്പുകളുടെ പ്രത്യേകത എന്താ. ഈ മടുപ്പുകൾ ഉണ്ടാകുന്നറിയോ? മടുപ്പിന്റെ പ്രത്യേകത ഉണർവിന്റെയും ആമേൻ ആ സീസൺ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മടുപ്പുകൾ കൊണ്ടുവരുന്നത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മടുപ്പുണ്ടാകുന്നെങ്കിൽ ഓർത്തോ, അവനുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം ദൈവം തുടങ്ങാൻ പോകുന്നു. അതുകൊണ്ടാണ് മടുപ്പുണ്ടാകുന്നത്. ആമേൻ. എന്നാൽ കുറെ പേര് മടുത്ത് ആമേൻ ഒതുങ്ങിപ്പോകുമ്പോൾ ചിലരെ ഈ സീസണിൽ ദൈവം തട്ടിയിട്ട് പറയും, എഴുന്നേക്കടാ, തിന്നടാ, എഴുന്നേക്കടാ, തിന്നടാ. എല്ലാവർക്കും മടുപ്പുണ്ടാകും, പക്ഷെ ചിലർ ആ മടുപ്പിനകത്തും എഴുന്നേൽക്കും. ആമേൻ. ഇന്ന് രാവിലെ ആമേൻ ഇൻ ക്രൈസ്റ്റ് സഭകളോടും കുടുംബങ്ങളോടും ദൈവാത്മാവ് പറയുന്നു, ചില ഏലിയാവുമാർ എഴുന്നേക്കേണ്ട സമയമായി, ചില ദെബോരമാർ എഴുന്നേക്കേണ്ട സമയമായി. സാഹചര്യങ്ങളും പ്രശ്നങ്ങളും പരാതികളും പറഞ്ഞ് നീ ചൂരച്ചെടിയുടെ കിണറ്റിൽ തീരത്ത് കിടന്നാൽ നീ അവിടെ കിടന്നു പോകും. എന്നാൽ ചിലരെ ദൈവാത്മാവ് ഒരു പാച്ചിലിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര പേരുടെ കൂടെ ഉണ്ട്? ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. മടുപ്പുണ്ടാകും, ഭയങ്കരമാണ് മടുപ്പ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫിൽ ഈ മടുപ്പുകൾ ഇങ്ങനെ ഭയങ്കരമായിട്ടാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഭയങ്കരമായിട്ട് മടുപ്പുണ്ട്, ഭയങ്കര ബാക്ക് പെയിൻ, നടുവേദന. ഞാൻ ബഹറിലേക്ക് പോകുന്ന യാത്ര ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചു. പോകുന്നില്ലെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു. ആരോടും പറഞ്ഞില്ല, ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഓക്കെ പാസ്റ്ററെ വരണ്ടെന്ന് പറഞ്ഞൊരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചോദിച്ചു, ആമൻ ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ഇല്ല. അയ്യോ മിണ്ടുന്നില്ല. ഇപ്പോഴില്ലെങ്കിൽ പിന്നെ, ചിലത് ഇപ്പോഴില്ലെങ്കിൽ പിന്നെ ആമേൻ നിനക്ക് തീരുമാനിക്കാം. ഇപ്പോ വേണോ? വല്ലാതെ മടുപ്പുണ്ടാകുന്നോ? വല്ലാതെ മടുപ്പുണ്ടാകുന്നു ആർക്കെങ്കിലും? എനിക്കറിയാം, നിങ്ങളുടെ ആരാധന എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഇരിപ്പ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ മടുപ്പുണ്ടാകുന്നേ. ആ മടുപ്പിന്റെ പുറകിൽ എന്തോ ഒരു പിശാചിന്റെ ശക്തിയുണ്ട്. എന്താ നിന്റെ ജീവിതത്തിൽ എന്തോ നടക്കാൻ പോകുന്നു അവന് മനസ്സിലായി. നിന്റെ ജീവിതത്തിൽ എന്തോ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു എന്നവന് പിടികിട്ടി. ആരെങ്കിലും ഉണ്ടോ എൻ്റെ കൂടെ? നീ അതിനോട് എഗ്രി ചെയ്യരുത്. മനഃപൂർവമായി ഹല്ലേലൂയ കൈയടിക്കാൻ തോന്നാത്തപ്പോഴാണ് നീ കൈയടിക്കേണ്ടത്. പ്രാർത്ഥിക്കാൻ തോന്നാത്തപ്പോഴാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ആരാധിക്കാൻ നിന്നെ അനുവദിക്കാത്തപ്പോഴാണ് നീ അനുവദിക്കാമേ. നീ ഓ സ്തോത്രം 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 സ്തോത്രം. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞ്. ഇന്ന് എന്തോ ഒരു സാധനം ഇതിനകത്ത് നടക്കാൻ പോകും. അല്പസമയം എല്ലാവരും വായികൾ തുറന്ന് ഹല്ലേലൂയ ആമേൻ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. ഞാനെന്ത് രാവിലെ ഇങ്ങനെ വചനം ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പെട്ടെന്ന് ഈ പഴയ നിയമത്തിലെ ചില വാക്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊണ്ടുപോയി. ആമേൻ ഈ ആമേൻ ഫറവോന്റെ അടുക്കൽ പോയി. ആമേൻ ഈ മോശ ഒരു ദൂത് പറഞ്ഞു. മോശ ഒരു ദൂത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഫറവോന്റെ ധാരണ ദൈവം പറഞ്ഞിട്ടൊരു ദൂത് പറയുകയാണ്. അന്നേരം രാവിലെ എങ്കിൽ വണ്ടിക്കൂലിയും കൊടുത്ത് ഫറവോൻ വിടുമെന്നാണ് ആര് തീരുമാനിച്ചത്? ഫറവോൻ ആമേൻ മോശ ചിന്തിച്ചിരുന്നത്. ശ്രദ്ധിച്ചേ, എൻ്റെ കൂടെ ഒന്ന് വന്നേ. നിങ്ങളെല്ലാവരും ഇസ്രായേൽ മക്കളാന്നിരിക്കട്ടെ. ഞാൻ വന്നിട്ട് പറയുകയാണ്, ദൈവം നിങ്ങളെ വിടിവിക്കാൻ പോവുകയാണ്, ദൈവം നിങ്ങളെ അത്ഭുതകരമാണ് വിടിവിക്കാൻ പോവാന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞാൻ ചില മൂപ്പന്മാരെയൊക്കെ തിരഞ്ഞെടുത്തു. ആ മൂപ്പന്മാരും ഈ ഇരിക്കുന്ന സ്റ്റേജിലിരിക്കുന്ന അത്രയും ആൾക്കാരോട് പറഞ്ഞു, ദൈവം ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ബോസിനോട് പറഞ്ഞു, അജോട് പറഞ്ഞു, ബിനോട് പറഞ്ഞു, ബിനുച്ചാനോട് പറഞ്ഞു, എബേസിനോട് പറഞ്ഞു, ടിനുവിനോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു ആമേൻ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം കേട്ടോ, ആമേൻ ആമേൻ വരണമെന്നൊക്കെ പറഞ്ഞു. എല്ലാവരും കൂടെ പോയി ഫറവോൻ്റെ അടുത്ത് പോയി. ഫറവോൻ്റെ അടുത്ത് വിട്ട് പറഞ്ഞു,
ഞങ്ങളുടെ ദൈവം പറഞ്ഞു ഞങ്ങളത് ആരാധിക്കാനായിട്ട് വിട്ടുവഴിക്കണമെന്ന്. ഫറവോൻ എന്താ ചെയ്യുന്നറിയോ? ഈ വേല അങ്ങ് കൂട്ടി ഉള്ള കഞ്ഞി പാറ്റ കിട്ടും. സ്വത്രം എന്താ ചെയ്ത്? നിങ്ങളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ ഉണർവെന്നും പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഉള്ള കഞ്ഞി പാറ്റ കിട്ടും. ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ അങ്ങ് എന്തിനാ ഈ ആ വാക്യം? ഇന്ന് രാവിലെ ഞാൻ ആ വാക്യം വായിച്ചത്. ഈ പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം പ്രമാണികള് ഒന്ന് ഇതിന്റെ സാഹചര്യങ്ങളെല്ലാം വായിക്കാൻ സമയമില്ല. 14-ാം വാക്യം മുതൽ വായിച്ച 5:14. ഫറവോന്റെ ഊഴിയ വിചാരകന്മാർ ഇസ്രായേൽ മക്കളുടെ മേലാക്കിയിരുന്ന പ്രമാണികളെ അടി കൊണ്ടത് പാർക്ക പ്രമാണിക്ക് അടിയുണ്ട്. നിങ്ങൾ ഇന്നലെയും ഇന്നും മുമ്പലത്തെ പോലെ ഇഷ്ടിക തികയ്ക്കാത്തത് എന്തെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ ചെന്ന് ഫറവോനോട് നേരെ വിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്, അടിയങ്ങളോട് വൈക്കോൽ തരാം, അത് ഇഷ്ടിക ഉണ്ടാക്കി. എന്താ കാര്യം? ഒറ്റ ദൂത. ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാര്യം എന്താ? മര്യാദയ്ക്ക് പൊക്കൊണ്ടിരുന്നതാ. 6 മണിക്കൂർ ഡ്യൂട്ടി. സ്തോത്രം. എന്ത് പറ്റിയല്ലോ? വിജയം പറയട്ടെ, എന്ത് പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലേ? 6 മണിക്കൂർ ഡ്യൂട്ടി. ചോർച്ച ഇല്ലാത്തൊരു സങ്കടമുണ്ട്. പക്ഷെ ദൂതിന്റെ പുറകിൽ പോയപ്പോ എന്താണെന്നറിയാം മക്കളെ? ഭാരം കൂട്ടി. നിനക്ക് തോന്നുന്നുണ്ടോ ദൈവം ദൂത് മാറ്റിയെന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ ദൈവം കള്ളം പറഞ്ഞെന്ന്? എൻ്റെ കൂടെ ഉണ്ടോ എന്ന്? ഇന്നലെ രാത്രി ഞാൻ വന്നിട്ട് ഞാനൊരു 2 മണിക്കൂർ ഉറങ്ങിയത്. എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ഞാൻ ഒരു 3 മണിയായപ്പോൾ എഴുന്നേറ്റു. ഞാൻ 12 മണിക്ക് കിടന്നു, 1 മണിക്ക് ഉറങ്ങി, 3 മണിക്ക് എഴുന്നേറ്റു. ഉറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ ആരെയും വിളിച്ചോന്നില്ല. ഞാൻ രാവിലെ 3 മണി മുതൽ ഇങ്ങനെ ഇരുന്ന് ദൈവനോട് ഇങ്ങനെ സംസാരിക്കുക. എൻ്റെ ജനത്തോട് പറ, ഞാൻ ദൂത് മാറ്റിയിട്ടില്ല. എൻ്റെ ജനത്തോട് പറ, ഞാൻ ആലോചന ചേഞ്ച് ചെയ്തിട്ടില്ല. എൻ്റെ ജനത്തോട് ആവർത്തിച്ച് പറ, അവർ ലജ്ജിച്ചു പോകത്തില്ല. എൻ്റെ ജനത്തോട് കൂടെ കൂടെ പറ. ഹല്ലേലൂയ. ആരോ അവരെ വല്ലാതെ ടൈറ്റ് ചെയ്യുന്നു. ഈ ടൈറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്താ? അവരൊരു ദൂത് കേട്ടു. എന്തോ അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നു, എന്തോ ഒരു പുറപ്പാടിന്റെ സമയമായി എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നിന്നെ വല്ലാതെ മടുപ്പിക്കാൻ പിശാച് ശ്രമിപ്പിക്കുന്നത്. ഇന്ന് രാത്രി ഇതിനകത്ത് വ്യാപരിക്കുന്ന മടുപ്പിനെ പൊട്ടിക്കാൻ നിനക്ക് പറ്റിയാൽ ഇന്ന് രാത്രിയല്ല, ഇന്ന് നീ ഒരു അത്ഭുതകരമാണെന്നുള്ള കാഴ്ച കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഒരു ഹല്ലേലൂയ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം ആമേൻ. തീർന്നില്ല. ഞാൻ ഇന്ന് രാവിലെ എന്നോട് ദൈവം ഇനി അതിന്റെ 19-ാം വാക്യം എടുത്ത മക്കളെ, ഇനി തീരെ വായിക്കാതെ പോലെ 19-ാം വാക്യം മുതൽ വായിച്ച് ആരെങ്കിലും ഒക്കെ വായിച്ച് വായിക്കുന്ന ദിവസം തോറുമുള്ള ഇഷ്ടിക കണക്കിൽ നിന്നും ഒന്നും കുറയ്ക്കരുത് എന്ന് കൽപ്പിച്ചപ്പോൾ തങ്ങൾ വിഷമത്തിലായി എന്ന് ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾ കണ്ടു. പ്രമാണികൾ ആരൊക്കെയാണെന്നറിയോ? ഈ മോശ ആക്കി വെച്ച ആൾക്കാരെല്ലാം അവിടെ കണ്ടു. ഇനി അടുത്ത വാക്യം വായിരുത്. അവർ പറഞ്ഞിട്ട് വേണം എനിക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി. അവർ ഫറവോനെ വിട്ടു പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. 2 എണ്ണം കാരണമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരുന്നതാ. ഈ 2 എണ്ണം കാരണമാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. ഞാൻ ഇന്ന് വരെ ഇങ്ങനെയുള്ള ഈ വാക്യത്തെ ഇങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് രാവിലെ ദൈവം എന്നോട് സംസാരിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ദൂതിനകത്ത് ഭയങ്കര ധൈര്യത്തോടാണ് നിങ്ങളോട് പ്രവചിക്കുന്നത്. ഇന്ന് പകൽ ഈ ദൂത് ആരുടെയോ ലൈഫിൽ എന്തോ ഒരു വലിയ കാര്യങ്ങൾ ചെയ്യും. ആരുടെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാം ഇന്ന് രാവിലത്തെ ഈ ദൂതിനെ. ഹല്ലേലൂയ. വഴിയിൽ നിൽക്കുന്നത് കണ്ട് അടുത്ത വാക്യം. ആമേൻ. മോനെ ഇതൊന്നും മാറ്റരുത്. ശാലോം ഇത് മാറ്റരുത്. ആമേൻ. ഡിസ്പ്ലേ ഒന്നും വേണ്ടെന്ന്. ഇന്ന് പകൽ എനിക്ക് ദൂതാണ് വിഷയം. ആമേൻ. ശ്രദ്ധിച്ചേ. അവർ ഫറവോനെ വിട്ട് പുറപ്പെടുമ്പോൾ മോശയും അഹരോനും വഴിയിൽ നിൽക്കുന്നത് കണ്ടു. അടുത്ത വാക്യം. ആമേൻ. അവരോട് നിങ്ങൾ ഫറവോന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും മുമ്പാകെ ആരാ പറഞ്ഞേ? മോശയാക്കി വെച്ച് ആമേൻ ആളുകൾ. ഉണർവിന് വേണ്ടി നിൽക്കേണ്ട നേതൃത്വം,
പുറപ്പാടിന് നിൽക്കേണ്ട ആളുകൾ മോശയ്ക്കെതിരെ തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നറിയോ? നിങ്ങൾ ഞങ്ങളെ നാറ്റി, ഞങ്ങളെ കൊല്ലുവാൻ അവരുടെ കയ്യിൽ വാള് കൊടുത്തതുകൊണ്ട് യഹോവ നിങ്ങളെ നോക്കി ന്യായം വിധിക്കട്ടെന്ന് ദൂത് പറഞ്ഞവനെതിരെ ഈ ദൂതിന്റെ റിസൾട്ട് അനുഭവിക്കേണ്ടവൻ എൻ്റെ കൂടെ ഉണ്ടോ? ഈ വാക്യം മനസ്സിലാവുന്നുണ്ടോ? ആർക്കു വേണ്ടിയാ മോശം നിൽക്കുന്നേ? ആർക്കു വേണ്ടി അഹരോ നിൽക്കുന്നേ? ആരെങ്കിലും പറ. ഈ ജനത്തിനു വേണ്ടി. ജനം വരെ മോശക്കെതിരെയായി. പക്ഷെ ഇന്ന് രാവിലെ ദൈവനോട് വീണ്ടും പറഞ്ഞു, നിനക്ക് എന്ത് തോന്നുന്നു റൈസൻ? ഞാൻ ദൂത് മാറ്റുമെന്ന് നീ തോന്നുന്നു? ഞാൻ നിന്നെയും ഉണർവിൽ നിന്ന് മാറ്റുമെന്ന് നിനക്ക് തോന്നുന്നു? ഞാൻ പറഞ്ഞ കർത്താവേ, ഏത് പ്രമാണി നാറ്റിയാലും ആരെല്ലാം മാറിപ്പോയാലും ഉണർവെന്നും പറഞ്ഞ് ഞാൻ നിൽക്കാൻ പോവാന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ആരോടോ പറയുന്നു, ഈ ദിവസങ്ങളിൽ നീ കണ്ടിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം നിന്റെ ലൈഫിൽ ദൈവം ചെയ്യാൻ പോവുക. ഇതുപോലെ മടുപ്പുകൾ നിന്റെ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ ഓർത്തോ, ഹല്ലേലൂയ. ചേർന്നൊരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. ഇത് മോശയ്ക്ക് ആരോട് പറയാൻ പറ്റും? മോശയ്ക്ക് ആരോടും പറയാനില്ല. 22-ാം വാക്യത്തിൽ മോശ പോയിട്ട് ഇന്നലെ രാവിലെ ഞാനും കയറി നിന്നു. അപ്പോൾ മോശ യഹോവയുടെ അടുക്കൽ ചെന്ന്, കർത്താവേ, നീ നിന്റെ ജനത്തിന് ദോഷം വരുത്തിയത് എന്ത്? നീ എന്നെ എന്തിനാ അയച്ചേ? ഞാനും മര്യാദയ്ക്ക് പോകുകയല്ലായിരുന്നു. എന്തിനാ എന്നെ ഈ പരിപാടി ഏൽപ്പിച്ചേ? വളരെ മാന്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. എന്തിനാ ഈ ശുശ്രൂഷകൾ ഏൽപ്പിച്ചേ? ഞാൻ ഇന്നലെ രാവിലെ ചോദിച്ചു. ആമേൻ. കർത്താവിനോട് പറഞ്ഞൊരു ശബ്ദമുണ്ട്, എൻ്റെ സഭയോട് പറയുക, എൻ്റെ ജനം ഒരിക്കലും ലജ്ജിക്കത്തില്ല. വല്ലാതെ മടുപ്പുണ്ടോ? ഞെരുക്കങ്ങൾ തോന്നുന്നുണ്ടോ? ഈ എന്താ പറയാ, നിരാശ തോന്നുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? എല്ലാ ദൂതിനും കടന്ന് ചാടിയിട്ട്, എല്ലാ ദൂതും കേട്ടിട്ട് ഫറവോന്റെ മുമ്പിൽ പോയി നിന്നിട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കർത്താവ് നിരാവിലെ എന്നോട് പറഞ്ഞു, ഒന്നും നടക്കുന്നില്ലെന്ന് തോന്നുമ്പോഴും ജീവനെ ഞാൻ ദൂത് മാറ്റത്തില്ല. ഒന്നും നടക്കത്തില്ല എന്ന് തോന്നുമ്പോഴും ടിനു ഞാൻ ദൂത് മാറ്റത്തില്ല. ഒന്നും നടക്കത്തില്ലെന്ന് തോന്നുമ്പോഴും ഫേബ ഞാൻ ദൂത് മാറ്റത്തില്ല. ഒന്നും നടക്കത്തില്ലെന്ന് തോന്നുമ്പോഴും സിബി ഞാൻ ദൂത് മാറ്റത്തില്ല. ഈ ദിവസങ്ങളിൽ ദൈവസഭ തയ്യാറായിക്കോ. ഒരു ഉയർന്ന അളവിൽ എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾ കാണാൻ പോവുകയാണ്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിലേക്ക് കേട്ടിട്ട് മടുത്തുപോയ മോശയും മടുത്തുപോയ അഹരോനും മടുത്തുപോയ ജനത്തിന്റെ നടുവിൽ ദൈവം അടുത്തൊരു സീസണിന്റെ ദൂത് വിളിച്ചു പറഞ്ഞു. അതാ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം കൂടെ വായിച്ചിട്ട് എന്റെ കൂടെ വരണം. ഹല്ലേലൂയ. ആമേൻ. 6-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം യഹോവ മോശയോട് പറഞ്ഞത്, ഞാൻ ഫറവോനോട് ചെയ്യുന്നത് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ആരാ ഇന്ന് രാവിലെ ദൂതിനെ വിശ്വസിക്കുന്നത്? ഈ ദൂത് എനിക്ക് പറയാൻ അറിയാമെങ്കിൽ, നിന്നെ എനിക്ക് വിളിക്കാൻ അറിയാമെങ്കിൽ, നിന്നെ എനിക്ക് അയക്കാൻ അറിയാമെങ്കിൽ ചേർന്ന് ഹല്ലേലൂയ പറ. എന്റെ ശക്തിയുള്ള കരം നീ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ത്യൻ സഭയോട് ഇന്ന് രാവിലെ ഞാൻ പ്രവചിച്ചു പറയുകയാണ്, ഈ അടുത്ത 365 വർഷം ദിവസത്തിനകം എന്റെ ദൈവത്തിന്റെ കരം നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഒരു ഉണർവിന്റെ അഭിഷേകം വഹിക്കുന്ന ദൈവദാസൻ എന്ന നിലയിൽ നിന്നിട്ട് ഞാൻ പറയുന്നു, മടുക്കണ്ട. ഇന്ത്യ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഉണർവ് നിങ്ങൾ കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് നാം പോലും അറിയാതെ ഈ ഏപ്രിൽ മാസത്തിൽ നമ്മളെ കേരളം മുഴുവൻ അയക്കുന്നത്. എന്തോ ഒരു പ്ലാൻ എന്റെ ദൈവം ചെയ്യുന്നു. ദൈവസഭയോട് പ്രവചിക്കാൻ പരിശുദ്ധാത്മ പറയുന്നു, എന്റെ ദൈവത്തിന്റെ തീക്ഷ്ണതയുള്ള മുഖം നിന്റെ മടുപ്പിന്റെ നടുവിൽ കാണാൻ പോകുന്നു. എന്റെ ദൈവത്തിന്റെ തീക്ഷ്ണതയുള്ളൊരു കരം. വിളിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോ. ഹല്ലേലൂയ. ബഹളം വെക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ബഹളം വെച്ചിട്ട് പറ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ തീക്ഷ്ണതയുള്ള കരം. ഇന്ന് ഈ ദൂതിനെ ആരും കൈയടിച്ചില്ലെങ്കിൽ നീ കൈയടിക്കണം. കാര്യം ഇത് നിന്നോടുള്ള ദൂത. ഈ ദൂതിനെ ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും നീ സ്തോത്രം പറയണം. വിടല്ലേ, വിടല്ലേ, വിടല്ലേ. വിശ്വസിക്കാൻ പറ്റുന്നവർ മാത്രം.
മടുപ്പുകളെ പൊട്ടിക്കട്ടെ. മടുപ്പിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, മടുപ്പിക്കുന്നത് ഫറവോനാണ്. മടുപ്പിക്കുന്നത് ഫറവോന്യ വ്യാപാരമാണ്. ഇന്ന് രാവിലെ ദൈവസഭയോട് പ്രവചിക്കാൻ പറയുന്നു, നിയോഗങ്ങളും വാഗ്ദത്തങ്ങളും മൊത്തവും ഉണ്ടായിട്ടും നിന്നെ മുമ്പോട്ട് വിടാതെ പുറകോട്ട് വലിച്ചിരിക്കുന്ന ഈ കരത്തെ ഈ ഏപ്രിൽ മാസം എന്റെ ദൈവത്തിന്റെ കരം തൊടും. വിശ്വസിക്കുന്നവർ മാത്രം ചില മിനിറ്റുകൾ അന്യഭാഷയിൽ സംസാരിച്ചു. വിടല്ലേ വിടല്ലേ വിടല്ലേ. ഈ ദൂതനെ പ്രാപിക്കണം, ഈ ദൂതനെ പ്രാപിക്കണം, ഈ ദൂതനെ പ്രാപിക്കണം. എവിടെയോ മടുത്തു കിടക്കുന്ന ചില ഏലിയാവുമാരോട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ അഭിഷേകത്തിന് വേണ്ടി നിന്ന് ഒറ്റപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി നിന്ന് ഒറ്റപ്പെട്ടു പോയ ആരെങ്കിലും ഉണ്ടോ? ദൈവത്തിന്റെ ദൂത് കേട്ടിറങ്ങിപ്പോയിട്ട് അവൻ നാറിപ്പോയ ആരെങ്കിലും ഉണ്ടോ? വിടല്ലേ വിടല്ലേ. എന്നോട് അങ്ങനെ ഇന്ന് രാവിലെ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ കാണാനിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി ഈ ദൂതുമായി പോകാൻ ചിലരെയും വിളിക്കുക. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാം, ദൈവശബ്ദം കേട്ടിറങ്ങിയിട്ട് ദേശത്ത് നാറിപ്പോയ ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാം പ്രസംഗിക്കുന്ന മോശ അങ്ങനെ ആയിരുന്നു. മോശയുടെ മുമ്പ് ജനം പോയി ചോദിച്ചു, ഞങ്ങൾ എന്തിനാ നാറ്റിച്ചെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. മോശ കണ്ട തീയൂഹാപോഹമായിരുന്നോ കെവിനെ? ഏജോ മോശ കണ്ട തീയൂഹാപോഹമായിരുന്നോ? സ്വപ്നമായിരുന്നോ? തീ കണ്ടതാണോ? ആ മലയിൽ നടന്നതെല്ലാം നീ അനുഭവിച്ചല്ലേ? നിന്റെ കാലിലെ ചെരുപ്പ് ഊരാൻ പറഞ്ഞത് സ്വപ്നമായിരുന്നോ? നിന്റെ വടി താഴെ ഇടാൻ പറഞ്ഞ സ്വപ്നമായിരുന്നോ? പറ. തിരിച്ചെടുക്കാൻ പറഞ്ഞ സ്വപ്നമായിരുന്നോ? ഇതൊന്നും സ്വപ്നമല്ലായിരുന്നു പാസ്റ്ററെ. നീ ആ ദൂതല്ലേ ജനത്തോട് പോയി പറഞ്ഞോളൂ. ആമേൻ. നിന്റെ ദൂതനെ വിശ്വസിച്ചതല്ലേ ആ ജനം ചെയ്ത തെറ്റ്? ആ ജനം ആമേൻ ചോദ്യം ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. കാര്യം അവർ തീ കണ്ടില്ല, നീ കണ്ടെന്ന് പറഞ്ഞ തീ അവർ വിശ്വസിക്കുകയല്ലേ ചെയ്തേ? ആമേൻ. നീ കണ്ടെന്ന് പറഞ്ഞ തീ അവർ വിശ്വസിക്കുകയല്ലേ ചെയ്തേ? നീ ഉണർവ് വരുമെന്ന് പറഞ്ഞവർ വിശ്വസിക്കുകയല്ലേ ചെയ്തേ? ഞാൻ കർത്താവിനോട് ഇന്നലെ രാവിലെ ഇരുന്ന് പിടങ്ങുക, ഞാൻ സംസാരിക്കുക, കർത്താവേ ആമേൻ. കർത്താവിനോട് പറഞ്ഞ ശബ്ദമാണ്, നീ എന്റെ കരം കാണും. ഇതുവരെ സംഭവിച്ചൊന്നും ഒന്നുമല്ല, ഇനി സംഭവിക്കാനിരിക്കുന്നതാ വലുത്. ഇതുവരെ നിങ്ങൾ കണ്ടതൊന്നും ഒന്നുമല്ല, ഇനി കാണാനിരിക്കുന്നതാ വലുത്. ഇതുവരെ നീ ചെയ്തതൊന്നും ഒന്നുമല്ല, നീ കാണാനിരിക്കുന്നതാ വലുത്. ഇന്ന് രാവിലെ ഒരു രാജ്യത്തിന്റെ പ്രവാചക അഭിഷേകത്തിൽ ഞാൻ എന്നും പ്രവചന ദൂത് പറയത്തില്ല, ഞാൻ ഇന്ന് പറയുന്നത് പ്രവചന ദൂതാണ്. ആ സീസൺ ചിലരുടെ ലൈഫിൽ ഏപ്രിൽ മാസം തുടങ്ങി കഴിഞ്ഞു. ആ സീസൺ ചിലരുടെ ലൈഫിൽ ഏപ്രിൽ ആരംഭിച്ചു കഴിഞ്ഞു. ആരാ ഇന്ന് രാവിലെ ദൂതനെ വിശ്വസിക്കാൻ പറ്റുന്നത്? ഈ ദൂതം നിന്റെ ലൈഫിൽ തുറന്നു കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോടാണെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ അടിച്ചോ, വായ്കൾ തുറന്നോ. ഓക്കെ, നന്ദി പറഞ്ഞിട്ട് പറ, എന്റെ ദൈവം ഭോഷ്കു പറയത്തില്ല. കാണാനിരിക്കണ്ട, കാണാനിരിക്കണ്ട. ഓ, ചാത്തന്നൂരിൽ സഭ തുടങ്ങാൻ പറഞ്ഞത് ദൈവമാ. ഇവിടെ ഉണർവിന് വേണ്ടി ദൈവം നിൽക്കാൻ പറഞ്ഞ ദൈവമാ. കഴിഞ്ഞ 16 വർഷമായി ഞാൻ കേൾക്കുന്ന ദൂത, ഇന്ത്യയിൽ ഉണർവ് നടക്കും. ആ ഉണർവിൽ എനിക്ക് പങ്കുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് കള്ളം പറയത്തില്ല.
കർത്താവ് കള്ളം സിജു കർത്താവ് കള്ളം പറയത്തില്ല. ജോയിലെ കർത്താവ് കള്ളം പറയത്തില്ല. വിനോയ് കർത്താവ് കള്ളം പറയത്തില്ല. പക്ഷെ കൂടെ ഓടണം, കൂടെ ഓടണം, കൂടെ ഓടണം, കൂടെ ഓടണം. ആരെയും ശൃംഖരിച്ചിരിക്കാൻ സമയമില്ല. ആർക്കും വേണ്ടി വേസ്റ്റ് ആക്കാൻ എനിക്ക് സമയമില്ല. ഇത് കൊയ്ത്താണ്. അവൻ വയല് വിളഞ്ഞു കിടക്കുന്നു. അവൻ ആരോടെ ഇന്ന് രാവിലെ ദൂത് പറയുന്നു, വയല് വിളഞ്ഞു കിടക്കുന്നു. എല്ലാവരുടെ കയ്യിലും ഹരിവാളുണ്ട്, എല്ലാവരുടെ കയ്യിലും കോങ്കത്തിയുണ്ട്, എല്ലാവരുടെ വയലും കാമേനുണ്ട്. നീ എഴുന്നേറ്റേ പറ്റത്തുള്ളൂ. നീ എഴുന്നേറ്റില്ലെങ്കിൽ നിന്നെ സഹായിക്കാൻ ആർക്കും പറ്റത്തില്ല. ഈ സീസണിൽ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ഈ സീസണിൽ നീ ചിലത് പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ പ്രാപിക്കത്തില്ല. വിശ്വസിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പറ, ഇത് ഞാൻ എഴുന്നേൽക്കും, ഇത് ഞാൻ ആത്മാവിൽ എഴുന്നേൽക്കും. ചേർന്ന് ഇതൊരു പ്രവചന ശബ്ദമാണ്. ആരോടോ ഇന്ന് രാവിലെ ഞാൻ പ്രവചിക്കുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? ഒരു ദൈവപ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞു. പ്രാർത്ഥിക്കാൻ ആരാ ഉള്ളത്? ആരുടെയൊക്കെ ഓർബിറ്റിനെ ദൈവം വലുതാക്കും, ആരുടെയൊക്കെ റേഞ്ച് ദൈവം കൂട്ടും, ആരെയൊക്കെ ദൈവം ശുശ്രൂഷ. എല്ലാരും പ്രാർത്ഥിച്ചേ, എല്ലാരും പ്രാർത്ഥിച്ചേ, എല്ലാരും പ്രാർത്ഥിച്ചേ. കാണാൻ ആരും നിൽക്കരുത്. ആത്മാവിൽ കണക്ട് ആയ എല്ലാരും ആത്മാവിൽ കണക്ട് ആയേ. ആമേൻ. ഇന്ന് പകല മടുപ്പിന്റെ വ്യാപാരങ്ങളെ പൊട്ടിച്ച് ആത്മാവിൽ കണക്ട് ആയ എല്ലാരും. ഹല്ലേലൂയ. കർത്താവ് ഇന്നലെ രാത്രി എന്നോട് പറയണം, നിന്റെ അവസ്ഥ നോക്കിയിട്ട് ദൈവം ദൂത് മാറ്റത്തില്ല. നിന്റെ ഇന്നലത്തെ ടൈറ്റ് നോക്കിയിട്ട് ദൈവം ദൂത് മാറ്റത്തില്ല. ദൈവം ഒരിക്കൽ പറഞ്ഞാൽ പറഞ്ഞതാ. നിന്നെ വിടുവിക്കാമെന്നും നിന്നെ ഉപയോഗിക്കാമെന്നും എന്റെ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതാണ്. അത് ഏത് ഫറവോനിയ ശക്തികൾ നിനക്കെതിരെ മടിപ്പുകൾ ഉണ്ടാക്കിയാലും എന്റെ ദൈവം പറയുന്നു, ഞാൻ ഒരിക്കൽ അരുളി ചെയ്തിരിക്കുന്നു. മോശേ, നീ നാറിയാലും ജനം നിന്നെ നാറ്റിച്ചാലും ഞാൻ മാറത്തില്ല. മോശേ, ഞാൻ കാര്യങ്ങൾ ചെയ്യാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ കാര്യങ്ങൾ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്ന ഈ ദൂതിനെ ഹല്ലേലൂയ ആത്മാവിൽ ചേർന്ന് പ്രാർത്ഥിച്ചിട്ട് പറ, ഒരു പുതിയ സീസൺ തുടങ്ങുകയാ. ഈ ഏപ്രിൽ മാസം ഒരു പുതിയ സീസൺ എന്റെ ദൈവം തുടങ്ങുകയാണ്. ഈ ഏപ്രിൽ മാസം ഒരു പുതിയ സീസൺ എന്റെ ദൈവം തുടങ്ങുകയാണ്. ജീസസ്, ഹല്ലേലൂയ. അടുത്ത ഒരു ആരംഭമായിരിക്കും ഇത്. ഇത് അടുത്ത ഒരു ആരംഭമായിരിക്കും. ആരാ ആമേൻ പറയുന്നേ? ആമേൻ. ഈ മാസം അത് പലരിലും തുടങ്ങും. ഈ മാസം അത് പലരിലും തുടങ്ങിക്കഴിഞ്ഞു. ഞാനത് അനുഭവിച്ചു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് അനുഭവിച്ചു. ഇതൊരു തിരമാല പോലെയാണ്. ഇതൊരു തിരമാല പോലെ. എൻ്റെ കൂടെ വന്നേ. ചിലപ്പോൾ ആ തിരമാല ഈ മാസം ലതാൻ്റെ വീട്ടിലിടിക്കും. ചിലപ്പോൾ സുനിതയുടെ വീട്ടിൽ ഇന്ന് രാത്രി ഇടിക്കും. ചിലപ്പോൾ അത് വിജയകുമാരുടെ വീട്ടിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. ചിലപ്പോൾ അത് സിബിയുടെ ലൈഫിൽ ഒരു ഏപ്രിൽ മെയ് ആകുമ്പോഴായിരിക്കും. ചിലപ്പോൾ അനോയുടെ ലൈഫിൽ അതൊരു ജൂലൈ ആകുമ്പോഴായിരിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഈ മാസങ്ങൾ തീരുന്നതിന് മുമ്പ് ആരുടെയൊക്കെയോ ലൈഫിൽ ഈ ദൂത് വിശ്വസിക്കുകയും ഇതിനു വേണ്ടി ഇറങ്ങി നിൽക്കാമെന്ന് ആമേൻ പറയുകയും ചെയ്യുന്നവന്റെ ജീവിതത്തിൽ എല്ലാവരുടെയും കാര്യം ഞാൻ പറയത്തില്ല. എല്ലാവരെയും പൊക്കിക്കൊണ്ട് പോകാനും ഒക്കത്തില്ല. ഹല്ലേലൂയ. അവരുടെ ലൈഫിൽ ഇതുമില്ലാതെ മുമ്പോട്ട് പോകത്തില്ല. വിശ്വസിക്കുന്നവർ മാത്രം, എന്നോടാണെന്ന് പറയുന്നവർ മാത്രം കരങ്ങളെ അടിച്ചോ, വായ്കൾ തുറന്നോ, അന്യഭാഷയിൽ ആരാധിച്ചോ. ശബല റകടമറ ശിമാർത്തിയാല റിയാർത്തന
ശന്തലരബിയാർ തമാർ കട്ടലരബാർ യാർത്തെ ഈ സീസണിനെ തുറക്കുന്ന ഒരു ദൂതൻ ഇന്ന് ആമേൻ പലരുടെ ലൈഫിൽ അത് ഇടപെടുമെന്നാണ് ഇന്ന് രാവിലെ ഒരു 3 മണിയായപ്പോ ഞാൻ കേട്ട ദൂത്. അത് കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. ഞാൻ ആവർത്തിക്കാം, സീസണുകളെ തുറക്കുന്ന ദൂതൻ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ ചലിച്ചു തുടങ്ങും. വിശ്വസിക്കാൻ പറ്റുന്ന ഉണ്ടെങ്കിൽ ആമേൻ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഒരു 2 മാസമായിട്ട് ഞാൻ ഈ ദൂതന്മാരുടെ ഇടപാട് അത്ര ശക്തമായിട്ട് കാണുന്നില്ലായിരുന്നു. ഇച്ചറ മിസ്സിംഗ് ആയിരുന്നു ഏഞ്ചൽസിന്. പക്ഷെ ഇന്നലെ രാത്രി ഞാൻ വീണ്ടും ആ ലൈവായിട്ട് കാര്യങ്ങൾ ചലിക്കുന്നത് കാണാൻ തുടങ്ങി. അബിയമോളെ, നെവമോളെ കാണാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുക, എന്റെ ഈ ദൂതനെ ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കുക. സീസണുകളെ തുറക്കുന്ന ദൂതന്മാർ സഭയ്ക്ക് മീതെ ഇന്ന് രാവിലെ ചലിച്ചു തുടങ്ങും. ഞാൻ ഈ പറയുന്ന ദൂതൻ ആമേൻ പറയാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആവർത്തിക്കാം, നിങ്ങളുടെ നിയോഗങ്ങൾക്കനുസരിച്ചാണ് ദൂതന്മാർ നിങ്ങളുടെ വീടുകളിൽ കയറാൻ പോകുന്നത്. ഈ ഏപ്രിലിൽ നിന്റെ നിയോഗങ്ങൾക്കനുസരിച്ച് ദൂത് നീ കേൾക്കാൻ പോവുകയാണ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാമോ? എന്റെ കൂടെ ഉണ്ടോ? ബിനോയ് അബ്രഹാമിന്റെ വീട്ടിൽ വന്ന ദൂതൻ പറഞ്ഞത് അടുത്ത വർഷം ഈ ആണ്ടിലെന്ന് പറഞ്ഞു. ആമേൻ. അതേ ദൂതൻ തന്നെയാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പോയിട്ട് പറഞ്ഞത് അടുത്ത വർഷം ഈ ആണ്ടിൽ. ആമേൻ. എന്നാൽ അതേ ദൂതൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് പറഞ്ഞു ഈ മാസം. ആമേൻ. ഹല്ലേലൂയ. അതേ ദൂതൻ വേറൊരു സ്ഥലത്ത് പറഞ്ഞു നാളെ നേരം വെളുക്കുന്നതിന് മുമ്പ്. അതേ ദൂതൻ വേറൊരു സ്ഥലത്തിൽ പറഞ്ഞു ഹല്ലേലൂയ ആ സമയം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. എനിക്കറിയത്തില്ല ആരാ ഈ ദൂതനെ വിശ്വസിക്കുന്നതെന്ന്. ഒരു കാര്യം എനിക്കറിയാം, നിന്റെ നിയോഗങ്ങൾക്കനുസരിച്ച് ഇന്ന് ആ ദൂതനെ നീയുമായിട്ട് കൂട്ടിമുട്ടിയിരിക്കും.